ഈ വിഷുപ്പുലരിയിൽ അതിമനോഹരമായ ഒരു നാടൻ പശു വളർത്തുന്ന ഒരു വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന ഹരിച്ചേട്ടൻ്റെ ഈ ഗോശാല വളരെ വർഷക്കാലം കൊണ്ട് നാടൻ പശുക്കളെ ഇദ്ദേഹം വളരെ സ്നേഹപൂർവ്വം പരിപാലിച്ചു പോകുന്നു. ഈ വീട് നിറയെ നാടൻ പശുക്കളാണ്. പ്രകൃതി രമണീയമായ ഈ ഒരു സ്ഥലം പലതരം ഫലവൃക്ഷങ്ങളും പച്ച വിരിച്ച് നിൽക്കുന്ന സസ്യലതാദികളും ഒക്കെ തന്നെയാണ് ഈ വീടിനെ ഏറെ മനോഹരമാക്കുന്നത്. ഈ വീടിൻ്റെ ചുറ്റുപാട് മുഴുവൻ നാടൻ പശുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വെച്ചൂർ പശുക്കളും കാസർഗോഡ് കുള്ളൻ, കാങ്കറേജ്, ഗീർ ഇനത്തിൽപ്പെടുന്ന, പൂങ്കന്നൂരൊക്കെ ഇനത്തിൽപ്പെടുന്ന നാടൻ പശുക്കളെയാണ് ഹരിച്ചേട്ടൻ ഇവിടെ സംരക്ഷിക്കുന്നത്. വളരെ വർഷക്കാലം കൊണ്ട് പഴമയുടെ ഈ ഒരു നന്മ ഇദ്ദേഹം കാത്തു സൂക്ഷിക്കുകയാണ്. ട്രഡീഷണൽ ലുക്കിലുള്ള പഴയ രീതിയിലുള്ള തൊഴുത്തിലാണ് ഇവരെ സംരക്ഷിക്കുന്നത്. അതേപോലെ തന്നെ വലിയ വലിയ കാളകളെയും അദ്ദേഹം ഇവിടെ സംരക്ഷിക്കുന്നുണ്ട്. ട്രഡീഷണൽ ലുക്കിലുള്ള ഒരു തൊഴുത്തിൽ തന്നെയാണ് പഴമയുടെ ഒരു രീതിയിലും അതേപോലെ നാടൻ രീതിയിലുള്ള വളർത്തു രീതിയും നാടൻ രീതിയിലുള്ള ഫുഡും ഒക്കെ തന്നെയാണ് ഇദ്ദേഹം ഇവിടെ അവലംബിക്കുന്നത്. നാടൻ പശുക്കളെ അന്യം നിന്ന് പോകുന്ന കാഴ്ച നമുക്ക് ഒരുപാട് കാണുന്നുണ്ട്. പല പല ബ്രീഡുകളും ഇന്നും നമുക്ക് അന്യം നിന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലുള്ള നന്മ നിറഞ്ഞ കർഷകരാണ് ഇതേപോലുള്ള ബ്രീഡുകളെ ഇപ്പോഴും സംരക്ഷിച്ചു പോരുന്നത്. ഇത് ലാഭത്തിനുപരി പ്രകൃതിയോടുള്ള ഒരു ഇഷ്ടം, അതേപോലെ തന്നെ നാടൻ പശുക്കളോടുള്ളൊരു ഇഷ്ടം ഒക്കെ തന്നെയാണ് ഇതിന് കാരണം. ഇതേപോലുള്ള നന്മ നിറഞ്ഞ കർഷകർ നമ്മുടെ നാട്ടിൽ വളരെയധികം കുറവാണ്. കുറേയധികം കർഷകരുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ വലിയ കാളകളാണ്. ഇവരെയൊക്കെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ കാങ്കറേജ് ഇനത്തിൽപ്പെടുന്ന പശുക്കളും കൃഷ്ണ പശുക്കളും ഒക്കെ തന്നെ ഇവിടെ ഇദ്ദേഹം സംരക്ഷിക്കുന്നുണ്ട്. നാടൻ പശുക്കളെ അന്യം നിന്ന് പോകാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യകത തന്നെയാണ്. നാടൻ പശുക്കൾ ഭൂമിയിലുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ വീട്ടിലും ഒരു നാടൻ പശു ഉണ്ട്, വളരെ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഏറ്റവും മിൽക്ക് നമുക്ക് കിട്ടുന്നതിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള കൃഷി നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവരുടെ ചാണകവും മൂത്രവും ഒക്കെ ഭൂമിയിൽ പതിച്ചാൽ തന്നെ മണ്ണിൻ്റെ ഉർവരത വീണ്ടെടുത്ത് നമുക്ക് വളരെ നല്ല രീതിയിലുള്ള കൃഷിയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ പഞ്ചഗവ്യ ചികിത്സയും മറ്റു കാര്യങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ ഒരുപാട് ഇന്ന് പല ഗോശാലകളും നിർമ്മിക്കുന്നുണ്ട്. അപ്പം നാടൻ പശു അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജീവി തന്നെയാണ്. അപ്പോൾ അത് തിരിച്ചറിയുക. അതേപോലെ തന്നെ ഒരു പശുവിനെങ്കിലും നമ്മുടെ വീടുകളിൽ വളർത്താൻ നമ്മൾ തയ്യാറായ വളരെ വലിയ മേന്മ നമുക്കുണ്ടാകും. അതേപോലെ നമ്മുടെ ഭൂമിക്കുണ്ടാവും, നമ്മുടെ ആരോഗ്യത്തിനുണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ വിഷുദിനത്തിൽ ഒരു നാടൻ പശുക്കളെങ്കിലും വളർത്താനായിട്ട് തയ്യാറാകുക. അതേപോലെ തന്നെ ഈ ഹരിച്ചേട്ടൻ്റെ ഈ ഗോശാലയിൽ നിന്ന് അദ്ദേഹം ക്ഷേത്രങ്ങളിലേക്ക്, ക്ഷേത്ര ആവശ്യങ്ങൾക്ക് വലിയ ഗോക്കളെ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടാൽ ക്ഷേത്ര ആവശ്യങ്ങൾക്ക് അദ്ദേഹം 1, 2, 3 പശുക്കളെ നൽകാം എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ഷേത്ര ആവശ്യങ്ങൾക്ക് പശുക്കളെ ആവശ്യമുള്ളവർ വീഡിയോയിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉൾപ്പെടുത്തുന്നുണ്ട്, അദ്ദേഹമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ വിഷുദിനത്തിൽ ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ വിഷു ആശംസിക്കുകയാണ്. അപ്പോൾ നാടൻ പശുക്കളെയൊക്കെ വളർത്താനായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. വീഡിയോ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേര് നാടൻ പശുക്കളെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ധാരാളം കൃഷിഭൂമികൾ തരിശായിട്ട് കിടക്കുന്നു. അവിടെയൊക്കെ കൃഷി ചെയ്യാനും നാടൻ പശുക്കളെയും സർവ്വ ജീവജാലങ്ങളെയൊക്കെ സംരക്ഷിക്കാനും പ്രകൃതിയൊക്കെ സംരക്ഷിക്കാനും നമ്മൾ ഈ വിഷുദിനത്തിൽ തയ്യാറാകുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് നൽകുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. നന്മ നിറഞ്ഞ കർഷകരെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. വ്യത്യസ്തമായ കൃഷി കാഴ്ചകൾ നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ 2026 വിഷു നന്മ നിറഞ്ഞതാകട്ടെ. എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടൻ തന്നെ എത്തും. നന്ദി, നമസ്കാരം.